السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين إمام المتقين شفيع المذنبين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. صدق الله العلي العظيم. ബഹുമാനമുള്ള ഈ സംഗമത്തിൻ്റെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, ഈ ജമാഅത്തിൻ്റെ അധ്യക്ഷൻ, അതുപോലെ വേദിയിലെ ആദരണീയരായ ഉസ്താദുമാർ, ഇവിടുത്തെ ഖത്തീബ് മനാനി ഉസ്താദ് അടക്കമുള്ള ഇവിടെയുള്ള ഉസ്താദുമാർ, ഉമറാക്കൾ, ഈ ഉടുപ്പി മേഖലയിൽ സമസ്ത സുന്നത്ത് ജമാഅത്തിനും നേതൃത്വം നൽകുന്ന ആദരണീയരായ ഉസ്താദുമാരെ, ദീനീ പ്രവർത്തകന്മാർ, അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇതുകൊണ്ട് ഇരുലോക വിജയം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹാന്മാരായ അല്ലാഹുവിൻ്റെ ഔലിയാ, ഉലമാ, ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മഹാന്മാരായ അമ്പിയാക്കളുടെ വാരിസ്യങ്ങളായ ആലിമീങ്ങൾ അള്ളാഹുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒരു പവിത്രമായ ശ്രേഷ്ഠമായ ഒരു പ്രസ്ഥാനമാണ്, സംവിധാനമാണ് സമസ്ത എന്ന് പറയുന്നത്. അതിനെപ്പറ്റി അറിയുന്നവരായിരിക്കും. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള വിജയമാണ്, പരലോക വിജയമാണ് സത്യവിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ആവശ്യമായ ഹിദായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ, ആ ദീന് അനുസരിച്ച് ജീവിക്കുക മാത്രമാണ് പരലോക വിജയത്തിനുള്ള നമുക്ക് മുമ്പിലുള്ള ഏക വഴി എന്ന് പറയുന്നത്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള വിശ്വാസം മുതൽ നമ്മുടെ സ്വഭാവങ്ങളിൽ, സാമൂഹ്യമായ ഇടപെടലുകളിലൊക്കെ ഈ ഇസ്ലാം ഇങ്ങനെ പ്രകടമായി കാണണം. അതാണ് ഒരു ഹദീസിൽ പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളൊരു വെളിച്ചമാണ്. ആ ഈമാൻ എന്ന് പറയുന്ന ആ പരിശുദ്ധമായ വിശ്വാസത്തിന് 70-ൽ പരം അല്ലെങ്കിൽ 60-ൽ പരം ശാഖകളുണ്ട്. ഒന്നാമത്തത് ലാ ഇലാഹയിൽ ഏറ്റവും ശ്രേഷ്ഠമായ, മഹത്വമായ, ഉയർന്നു നിൽക്കുന്ന ഈമാനിന്റെ അടയാളം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനമാണ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അല്ലാഹുവിൻ്റെ നിയമങ്ങളെ ഞാൻ അംഗീകരിക്കുന്നത്, അള്ളാഹുവിനിക്ക് മാത്രമേ ഞാൻ സുജൂദ് ചെയ്യുന്നത്, എൻ്റെ പ്രാർത്ഥനകൾ അള്ളാഹുവിനോടാണ് എന്ന് പറയുന്ന ആ പരിശുദ്ധമായ തൗഹീദിന്റെ കലിമത്ത്, അതിനെ ഉൾക്കൊള്ളുകയും അതോടൊപ്പം തന്നെ അതേ ഹദീസിൽ പറയുന്നുണ്ട്, ഈമാനിന്റെ ഏറ്റവും
ലാസ്റ്റത്തെ ഒരു അടയാളം, ഏറ്റവും ചെറിയ ഒരു ശാഖ എന്ന് പറയുന്നത് വഴിയിലുള്ള ഒരു ബ്ലോക്ക്, ഒരു ബുദ്ധിമുട്ട്, തടസ്സം നീക്കി കൊടുക്കലാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈമാൻ എന്ന് പറഞ്ഞാൽ, വിശ്വാസം എന്ന് പറഞ്ഞാൽ, നമ്മുടെ തൗഹീദിന്റെ കലിമത്ത് മുതൽ നമ്മുടെ സോഷ്യൽ വർക്ക് വരെ നീണ്ടു നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈമാൻ എന്ന് പറയുന്നത്. കേവലം പള്ളി മൂലയിൽ ഈ 4 ചുമരുകൾക്കുള്ളിൽ കിടന്നുകൊണ്ട് സമൂഹത്തുമായി ഒരു പ്രതിബദ്ധതയുമില്ലാതെ ആളുകളോടുള്ള കടമകൾ, മനുഷ്യരോടുള്ള, സൃഷ്ടികളോടുള്ള, സഹജീവികളോടുള്ള കടമകൾ വിസ്മരിച്ചാൽ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കാൻ, ഈമാൻ പൂർണ്ണമാക്കാൻ സാധ്യമല്ല എന്ന് ഈ ഹദീസ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടൊരു വിശ്വാസി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കലും സൃഷ്ടികളുടെ അടുക്കലും ഒക്കെ അവന്റെ കടമകളുണ്ട്. ഈ പരിശുദ്ധമായ മനോഹരമായ ദീൻ ഇവിടെ നിലനിൽക്കേണ്ടത് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് പോലും ആവശ്യമാണ്. അള്ളാഹുവിനെ അംഗീകരിക്കുന്ന, പ്രപഞ്ച സൃഷ്ടാവിനെ അംഗീകരിക്കുന്ന, അവനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഇങ്ങനെയുള്ള ഈ ഒരു പരിശുദ്ധമായ ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നതാണ് ദീൻ. ആ പരിശുദ്ധമായ ദീനിന്റെ ആ പ്രവർത്തനങ്ങളും നന്മകളും ഒക്കെ ഉള്ളതിനോട് കൂടെ തന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അതിന്റെ വിശ്വാസപരമായ കാര്യങ്ങളാണ്. വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും കൂടിയതാണ് നമ്മുടെ ദീൻ എന്ന് പറയുന്നത്. അതാണ് ഖുർആൻ തന്നെ പറയുന്നത്, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. അവന്റെ വിശ്വാസം കൃത്യമായിരിക്കണം. വഅമിലുസ് സ്വാലിഹാത്ത്, അവന്റെ പ്രവർത്തനങ്ങളും നന്നായിരിക്കണം. നല്ല വിശ്വാസിയായി നല്ല പ്രവർത്തനം ചെയ്യുന്നവനാരോ അവനിക്കാണ് അല്ലാഹു തആല സ്വർഗം നൽകുന്നത്. അത് അറിയാൻ വേണ്ടിയിട്ടാണ് അയ്യുക്കും അഹ്സനു അമല, അല്ലാഹു നമുക്ക് ഈ ജീവിതം നൽകി അതിനു വേണ്ടിയിട്ടാണ്. നല്ല വിശ്വാസിയായി നല്ല പ്രവർത്തനം ചെയ്യുന്നവർക്ക് അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ലോകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കുന്നതിനിടയിൽ നമുക്കറിയാം, നമ്മുടെ നാടുകൾക്ക് 100 വർഷം മുമ്പ് ഈ സ്വഹാബത്തിനെ കണ്ട് ദീന് പഠിച്ചവരാണ് ഇവിടെയുള്ളവർ. ഈ മാംഗ്ലൂരിലും ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഹിജറയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് അല്ലെങ്കിൽ സ്വഹാബത്തിനെ കണ്ടവർ പ്രചരിപ്പിച്ചതാണ് ഇവിടെ ദീന്. ഇന്നും ഇന്നലെ ഉണ്ടായതല്ല. ആ ദീൻ അതിനെ ഇങ്ങനെ ഓരോ തലമുറകൾ ഇങ്ങനെ കണ്ട് മനസ്സിലാക്കി കേട്ടിട്ടല്ല, ഏതെങ്കിലും പരിഭാഷകൾ വായിച്ചിട്ട് ഇങ്ങനെയാണ് ദീൻ എന്ന് പറഞ്ഞതല്ല. കണ്ട് ഒരു സ്വഹാബി അങ്ങനെ ചെയ്തു, ആ സ്വഹാബി അങ്ങനെ ചെയ്യണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ കൃത്യമായിട്ട് ആ ദീൻ ഇങ്ങനെ കൈമാറി വന്ന് താബിഈങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിനിടയിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ചില ആളുകളൊക്കെ പറഞ്ഞു അതങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ പല തെറ്റിദ്ധാരണകൾ ഉണ്ടായി. തൗഹീദിന്റെ അർത്ഥങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു ജനങ്ങളെ. അല്ലാഹു തആല ബഹുമാനിച്ച ഔലിയാക്കളെ ബഹുമാനിക്കണമെന്ന് ദീനിന്റെ ഭാഗമാണ്. അപ്പൊ അവര് പറഞ്ഞു അവരുമായിട്ട് അവിടെ സിയാറത്ത് ചെയ്യാൻ പാടില്ല, അവരെ ബഹുമാനിക്കാൻ പാടില്ല. ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയപ്പോ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനോടുകൂടെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കുക എന്നത് ദീനിന്റെ ഭാഗമാണ്. അൽ മർഉ മഅ മൻ അഹബ്ബ, സ്വാലിഹീങ്ങളെ സ്നേഹിച്ചാൽ രക്ഷപ്പെടുമെന്ന് പറയുന്നത് ഹദീസാണ്. സിയാറത്ത് ചെയ്യേണ്ടത് മഹാന്മാരുടെ മസാറുകൾ സിയാറത്ത് ചെയ്യുന്നത്, ശുഹദാഇന്റെ സിയാറത്തുകൾ ചെയ്യുന്നത് ഇസ്ലാമിന്റെ രീതിയാണ്. ഇതിൽ നിന്നൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു ഒരുപാട് വിഷയങ്ങൾ. അങ്ങനെയായപ്പോൾ സമസ്തയുടെ മഹാന്മാരായ ആലിമീങ്ങൾ അവർ പള്ളികളിൽ ഇബാദത്തിലായിട്ടും ദർസിലായിട്ടും തദ്രീസിലായിട്ടും ജീവിച്ചു കൊണ്ടിരുന്ന ആ പുറം ലോകവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാതെ ആത്മീയ മേഖലയിൽ വലിയ ഉന്നതികൾ പ്രാപിച്ച മഹാന്മാർ അവര് പറഞ്ഞു, ബിദ്അത്ത് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോ ആളുകൾ ആ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ നമ്മൾ മിണ്ടാതിരുന്നാൽ, എനിക്ക് ദർസുണ്ട്, എനിക്ക് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പള്ളിയിരുന്നാൽ ഈ ദീൻ നഷ്ടപ്പെട്ടു പോകും. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സൂചന പോലും ഇവിടെ ഉണ്ടാകൂല, ഒരു അടയാളം പോലും ഉണ്ടാകൂല, ഒരു അഡ്രസ് ഇല്ലാതായി പോകും. അതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. ഒരു സംഘടന ഉണ്ടാക്കി. നമ്മൾ സ്ഥാനത്തിന് വേണ്ടി സംഘടന ഉണ്ടാക്കുന്നതല്ല, സംഘടന ഉണ്ടാക്കിയപ്പോൾ അതിനു വേണ്ടി സ്ഥാനങ്ങൾ ഏറ്റെടുത്തവരാണ്. സമസ്ത ഇന്നും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അവർ വന്നു, ഒരുപാട് ത്യാഗം ചെയ്തു, കഷ്ടപ്പെട്ടുകൊണ്ട് കേരളത്തിലും
കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ ഇതിന്റെ പ്രവർത്തനങ്ങൾ സജീവമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഗൾഫ് കൺട്രികളിൽ, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സമസ്തയുടെ സ്ഥാപനങ്ങൾ, മതബൗദ്ധിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നിങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ആയിരക്കണക്കിന് സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ കൃത്യമായ പരിശുദ്ധമായ ദീന്, സ്വഹാബത്ത് മാ അന അലൈഹി വ അസ്ഹാബി, റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഞാനും സ്വഹാബത്തും എങ്ങനെ ജീവിച്ചു. മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ജീവിച്ചതുപോലെ അങ്ങനെ വിശ്വസിച്ച് അങ്ങനെ മുസ്ലിമായവർക്കാണ്. ഔലിയാക്കന്മാരെ തള്ളിപ്പറയുന്നവർ, അള്ളാഹുവിന്റെ കറാമത്തിനെ വിശ്വസിക്കാത്തവർ ആരാണ്? അള്ളാഹുവിന്റെ കറാമത്ത് വിശ്വസിക്കാതിരിക്കുക, അള്ളാഹുവിന്റെ ഔലിയായിന്റെ കറാമത്ത് വിശ്വസിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുദ്റത്തിലെ സംശയമുള്ളവരാണ്. അള്ളാഹിന്റെ ഖുദ്റത്തിനെ പറ്റി വിശ്വാസമില്ലാത്തവർക്ക് കറാമത്തിനെ നിഷേധിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ആ പരിശുദ്ധമായ ദീൻ സമസ്ത ഇവിടെ നമ്മുടെ കൈകളിലേക്ക് 100 വർഷം, അതാണ് ഇവിടെ പറഞ്ഞത് ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത്. ഈ ഒരു 100 കൊല്ലല്ല, നൂറ്റാണ്ടുകളായി കൈമാറി വന്ന ആ ആദർശ വിശുദ്ധിയാണ് സമസ്ത ഇവിടെ നിലനിർത്തുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ ഈ പ്രസ്ഥാനത്തിന്റെ നന്മ എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഇന്ന് നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മദ്രസകളും സ്ഥാപനങ്ങളൊക്കെ. അൽഹംദുലില്ലാഹ് നമുക്കും ഈ ഭാഗങ്ങളിലൊക്കെ ആ നിലയിൽ നമുക്ക് പരിശുദ്ധമായ ദീനിനെ, അള്ളാഹുവിന്റെ ഒരുപാട്, ഞാൻ ഈ ദീർഘിപ്പിച്ച് പറയുകയില്ല, ഒരു പ്രസ്ഥാനത്തിന് നമ്മൾ അതിനെ വിലയിരുത്തേണ്ടത് ആ പ്രസ്ഥാനത്തിന്റെ സ്ഥാപനങ്ങൾ നോക്കിയിട്ട് മാത്രമല്ല. അല്ലെങ്കിൽ ഇപ്പൊ സമസ്തയുടെ വലിയൊരു ഫണ്ട് കളക്ഷൻ നടന്നു, അതിൽ കുറെ കോടി കിട്ടിയത് കൊണ്ട് സമസ്ത ഉഷാറായി എന്ന് പറയല്ല. കോടി ഇനിയും വേറെ ഉണ്ടാക്കാൻ പറ്റും. അതല്ല സമസ്തയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം ഇതിനെ സ്ഥാപിച്ച മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, മുസ്തജാബു ദുആയ, ദുആക്കുത്തരമുള്ള മഹാന്മാർ, വളരെ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടവർ, അങ്ങനെയുള്ള ഔലിയാക്കന്മാർ, കറാമത്തിന്റെ ഉടമകളായ മഹാന്മാർ. അപ്പൊ സ്ഥാപിച്ച സ്ഥാപകന്മാർ വലിയ മഹാന്മാരാണ്. അതുപോലെ തന്നെ സ്ഥാപിത ലക്ഷ്യം, ഒരു പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അത് എന്തിനുണ്ടാക്കി എന്നുള്ളതാണ്. ഇസ്ലാം തന്നെ പറയുന്നത്, അള്ളാഹു തന്നെ പറയുന്നത്, ഏത് കർമ്മങ്ങളും ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എന്തിനു വേണ്ടിയാണ് ആ പ്രവർത്തനം തുടങ്ങിയത് അതിലേക്ക് നോക്കിയിട്ടാണ് അള്ളാഹുവിന്റെ അടുക്കൽ. അതിന്റെ നിലവാരമൊന്നുമല്ല, അതിന്റെ അവസ്ഥയും വിജയവും പരാജയങ്ങളൊന്നും നമ്മളെ കയ്യിലല്ല. സമസ്ത വിജയിച്ചോ, സമസ്ത കുറെ ആളുകളുണ്ടോ, സമ്മേളനം നിറഞ്ഞു കവിഞ്ഞോ, നേതാക്കന്മാർ വലിയ വാഹനങ്ങളുണ്ടോ, ഇതൊന്നുമല്ല. ഒരു പ്രസ്ഥാനത്തിന്റെ വിജയം എന്ന് പറയുന്നത്, ദീനിൽ പ്രവർത്തനങ്ങളുടെ മാനദണ്ഡം എന്ന് പറയുന്നത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എന്തിനു വേണ്ടി ഉണ്ടാക്കി കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദീന് സംരക്ഷിക്കാൻ വേണ്ടി അമ്പിയാക്കന്മാരുടെ വാരിസ്യങ്ങളായ അൽ ഉലമാ വറസത്തുൽ അംബിയ എന്ന് പറയുന്ന ആ ഉലമാ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ പ്രായമായ വാർദ്ധക്യമായ ആ സാഹചര്യത്തിൽ മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഒരു സ്ഥാനത്തിന് വേണ്ടിയോ ഒരാൾക്കൂട്ടം ഉണ്ടാക്കാൻ വേണ്ടിയോ ഉണ്ടാക്കിയതല്ല, ദീനിന് വേണ്ടി. അതുകൊണ്ട് തന്നെ നീയത്ത് നന്നായാൽ അള്ളാഹു സ്വീകരിക്കും. നമ്മൾ അതിന്റെ കൂടെ കൂടിക്കൊടുത്താൽ മതി, ഇതിന്റെ കൂടെ കൂടിയാൽ മതി. മൻ അശ്റഖത്ത് ബിദായത്തുഹു അശ്റഖത്ത് നിഹായത്തു. തസവുഫിന്റെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഏതൊന്നിന്റെയും തുടക്കത്തിലേക്ക് നോക്കണം. അശ്റഖത്ത് ബിദായ, അതിന്റെ ബിദായ സ്റ്റാർട്ടിങ് നന്നായാൽ, നല്ല നിയ്യത്തോടുകൂടെ, നല്ല തവക്കുലോടുകൂടെ, നല്ല ദുആയോടുകൂടെ, കോഴിക്കോട്ടെ പള്ളിയിൽ മണിക്കൂർ നീണ്ടുനിരുന്ന ദുആയോടുകൂടെ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കിക്കൊണ്ട് തുടങ്ങിയ പ്രസ്ഥാനമാണിത്. അതുകൊണ്ട് തന്നെ അശ്റഖത്ത് നിഹായത്തു, ഇതിന്റെ അവസാനവും നന്നാകും, ഇതിന് പ്രവർത്തിക്കുന്നവരുടെ അവസാനം നന്നാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഒരുപാട് ആളുകളുടെ മരണങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നല്ല. ആലിമീങ്ങളുടെ മാത്രമല്ല, സാദാത്യങ്ങളുടെ മാത്രമല്ല, സാധാരണക്കാരായ സമസ്തയുടെ ഖാദിമീങ്ങളായ ആളുകൾ, അവർ ആലിമീങ്ങളല്ല, പക്ഷേ ഈ സമസ്തയെ അതിരറ്റ് സ്നേഹിച്ചു, അതിനുവേണ്ടി എല്ലാം അതിനുവേണ്ടി സമർപ്പിക്കാൻ തയ്യാറായ സമസ്തയുടെ സന്നദ്ധ പ്രവർത്തകന്മാരായ ആളുകൾ, അവരുടെയൊക്കെ മരണം പോലും നമ്മൾ ആഗ്രഹിച്ചു പോകും. അത്ര ഞാൻ വിശദീകരിച്ച് പറയുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്കറിയാം. പല സ്ഥലങ്ങളിലും ഷെയ്ഖുന ശംസുൽ ഉലമയെ പോലെ അള്ളാഹു നമുക്ക് നല്ല ആഖിബത്ത്, നന്നായി ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്, ഈ പതാക എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ലിക്കതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ,
ഈ പതാക നമ്മളിവിടെ കെട്ടിയത് അള്ളാഹുവിൻ്റെ കെലിമത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ കെലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഒരുപാട് മഹാന്മാർ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കോട്ട ഉസ്താദിനെ പോലെയുള്ള, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജബ്ബാർ ഉസ്താദിനെ പോലെ, ഒരുപാട് ഖാസിം ഉസ്താദിനെ പോലെ, CM ഉസ്താദിനെ പോലെയൊക്കെ ഈ ഭാഗങ്ങളിൽ സമസ്തയുടെ സന്ദേശം എത്തിക്കാൻ വേണ്ടി നമുക്ക് നേതൃത്വം നൽകിയ മൺമറഞ്ഞ ഒരുപാട് ആളുകളുടെ അള്ളാഹുവിടൊക്കെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അതുപോലെ ഇവിടെ അന്തി ഉറങ്ങുന്ന മഹാന്മാരുടെ ഔലിയായിൻ്റെ ആ മദദ് കൊണ്ട് അള്ളാഹു താല ഈ സംരംഭം അള്ളാഹു വിജയിപ്പിച്ചിരുമാറാകട്ടെ. ഇത് ഒരു തുടക്കമായിട്ട് ഉടുപ്പി ജില്ലയിൽ സമസ്ത അത് വളരെ സത്യസന്ധമായ സിറാത്തുൽ മുസ്തഖീമായ ഒരു മാർഗ്ഗമാണ്. അതിൽ വേറെ ഒന്നുമില്ല. നിങ്ങൾ വളരെ കൃത്യമായിട്ട് മഹാനായ ശംസുൽ ഉലമയെ നമ്മൾ സ്നേഹിക്കണം, അടുത്തറിയണം. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ മഹാന്മാർ അത്രമേൽ മഹാന്മാരാണ് അവർ. നമുക്കൊക്കെ അറിയാം. നമുക്ക് ഒരുപാട് ആളുകൾ ഇവിടെ ഞാൻ വന്നപ്പോൾ അബ്ദുല്ലാക്ക് നമ്മളെ കൂടെ ഞങ്ങളെ ബെൽത്തങ്ങാടി ദാറുസ്സലാമിൻ്റെ സ്ഥാപനത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാരവാഹിയൊക്കെയാണ്. അവർക്കൊക്കെ അറിയാം മഹാനായ ശൈഖുന ശംസുൽ. നമ്മളൊക്കെ സ്ഥാപനത്തിൽ പല ആവശ്യങ്ങളുണ്ടായപ്പോൾ പല ആളുകളും കൈയൊഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പോലും ഒഴിവാക്കിയ കേസുകളിൽ ഒരു പക്ഷേ അല്ലേ അബ്ദുല്ലാക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ട 2 കുട്ടികൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ അവസാനം ഇവിടെയുള്ള ഹോസ്പിറ്റലുകളൊക്കെ അത് റിജക്റ്റ് ചെയ്തപ്പോൾ ഇനി അതിനൊരു ചികിത്സയില്ല എന്ന് പറഞ്ഞ് മാറ്റിയപ്പോൾ ഞങ്ങൾ ഷെയ്ഖുനായുടെ അടുക്കലേക്ക് പോയി. ഞാനിത് പറയാൻ കാരണം അബ്ദുല്ലാഖാനെ കണ്ടുകൊണ്ട് അന്ന് ഞങ്ങളെ കൂടെ സജീവമായിട്ട് അബ്ദുല്ലാഖ് ഉണ്ടായിരുന്നു. ആ കുട്ടികൾക്ക് പൂർണ്ണമായിട്ട് ദിവസങ്ങൾക്കുള്ളിൽ ആ കണ്ണിൻ്റെ വർഷങ്ങളായിട്ട് ചെറിയ പ്രായത്തിൽ നഷ്ടപ്പെട്ട കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയെന്ന് പറയുമ്പോൾ ഇതൊരു കഥയല്ല, അഡ്രസ് ഇല്ലാത്ത കറാമത്തുകളല്ല. ഇത് നമ്മുടെ കൺമുമ്പിൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ. ഞാൻ പറഞ്ഞത് ഇതുകൊണ്ട് മാത്രമല്ല, ഇങ്ങനെ അത്രമേൽ മഹാന്മാരാണ്. നമ്മളെ ദുനിയാവിലും ആഖിറത്തിലും കൈപിടിക്കാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ ആലിമീങ്ങളാണ്. അള്ളാഹുവിൻ്റെ ആലിമീങ്ങളാ. ദുനിയാവിലെ പേരോ പ്രശസ്തിയോ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ ആത്മീയ നേതാക്കന്മാരെ സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ അതിൻ്റെ യൂട്യൂബിലെ ഫോളോവേഴ്സിനെ നോക്കിയിട്ടോ ഫേസ്ബുക്കിലെ ഫോളോവേഴ്സിനെ നോക്കിയിട്ടോ അല്ല നമ്മുടെ ആത്മീയ നായകന്മാരെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ അടുക്കൽ അവരുടെ സ്ഥാനം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഔലിയാക്കളെ സ്നേഹിച്ച് ഈ പാത ഇൻഷാ അല്ലാഹ് ഇവിടെ ഉടുപ്പിയിൽ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ സജീവ പ്രവർത്തനങ്ങളൊക്കെ സജീവമാകണം. നമുക്കിവിടെ ഒരു സ്ഥാപനം ഇവിടുത്തെ പ്രവർത്തകന്മാരുടെ ആഗ്രഹമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ സഹകരിച്ച് അള്ളാഹു അതിൻ്റെ വഴി എളുപ്പമാക്കി തരട്ടെ. ഇതിങ്ങനെയാണ് സമസ്തയുടെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ പതാക ഉണ്ടല്ലോ, ഈ കൊടി, ഇത് എവിടെ കൊണ്ടുപോയി കെട്ടിയാലും അതിങ്ങനെ തഴച്ചു വളരും. അതിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം അത് തുടങ്ങിയവർ അങ്ങനെയുള്ളവരാണ്. നമ്മൾ കൂടെ നിന്ന് കൊടുത്താൽ മതി. ഇൻഷാ അല്ലാഹ് ഈ ഉടുപ്പി ദുറാ വാർഷികത്തോടുകൂടി ഇവിടെയൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമാകണം. അതിൻ്റെ ആളുകൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടാകട്ടെ. മറ്റുള്ള സംഘടനകൾ നമ്മൾ എതിർക്കാനോ അല്ലെങ്കിൽ അതിനെ ചെറുതാക്കാനോ നിസാരാക്കാനോ തർക്കിക്കാനൊന്നും പോണ്ട. നമുക്കിതൊരു ശരിയായ വഴിയാണ്, അത്രേ ഉള്ളൂ. മറ്റൊരു അവർ മോശമെന്നോ നമ്മൾ പറയണ്ട. ഇത് ശരിയായ മാർഗ്ഗമാണ്. ഇതിൽ നമുക്ക് വിജയിക്കാൻ പറ്റിയ എല്ലാം ഇതിലുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു സ്ഥാപനം ഇവിടെ അതിനുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. ദ്വാരന്നാൽ മതി, അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരും. അള്ളാഹു അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ അവിടെ സ്ഥലത്തിൻ്റെ പേരെന്താ, ശംസുൽ ഉലമ സ്ഥാപനം ഫലിമാർ അല്ലേ, ഫലിമാർ അല്ലേ പറഞ്ഞേ. അവിടെ നമ്മുടെ സ്ഥാപനം തുടങ്ങി 5-8 വർഷം മുമ്പ് തുടങ്ങിയതാണ്. അതൊക്കെ പാതി വഴിയിലാണ്. മുഴുവനായിട്ട് അതിൻ്റെ പ്രവർത്തനം ഇൻഷാ അല്ലാഹ് അതൊക്കെ പണി പൂർത്തിയാക്കി എല്ലാവരും കൂടി അതൊക്കെ മുഴുവനാക്കണം. ഷെയ്ഖുനായുടെ പേരിൽ നമ്മൾ തുടങ്ങിയ സ്ഥാപനമാണ്. അവിടെയൊക്കെ പോയി ഒന്ന് സിയാറത്ത് ചെയ്ത് ഷെയ്ഖുനായോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല തവസ്സുലും ഇസ്തിഗാസൊക്കെ ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹു തആല സഹായിച്ചാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് മഹാന്മാരുടെ മദതുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് എല്ലാം എളുപ്പമാക്കി തരുമാറാകട്ടെ. അള്ളാഹു റാഹത്തിലാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ ഇതിൻ്റെ ഹാദിമീങ്ങളൊക്കെ അള്ളാഹു വിജയിപ്പിച്ചിട്ട് ഇതിന് സൗകര്യമാക്കി തന്ന ഇവിടുത്തെ ജമാഅത്തിൻ്റെ ഇവിടുത്തെ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, അവിടെ തന്നെ ഞങ്ങളുടെ പേരെന്താ ഷെരീഫ് അല്ലേ, അധ്യക്ഷ ഷെരീഫ്, പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഉപാധ്യക്ഷർ, അതുപോലെ തന്നെ ഇവിടുത്തെ ഒരുപാട് ഉസ്താദ് നേതാക്കന്മാരൊക്കെ ഉണ്ട്. എല്ലാവരുടെയും പേര് പറഞ്ഞ് ഞാനിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എല്ലാവർക്കും ഉസ്താദുമാരും നാട്ടുകാർക്കൊക്കെ ഇൻഷാ അല്ലാഹ് നല്ല സന്തോഷത്തോടുകൂടെ ഐക്യത്തോടുകൂടെ നമ്മൾ ഈ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം ഒരു വലിയ സമ്മേളനമാണ്. സമ്മേളനത്തിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു സമ്മേളനം കൂടിയിട്ട് പിരിയലല്ല. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 10,000-ലധികം ദാഇമാരെ, ദീനി പ്രബോധകന്മാരെ അവർക്ക് പ്രത്യേകമായ ട്രെയിനിങ്ങും കോച്ചിങ്ങും കൊടുത്തുകൊണ്ട്
ഈ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന ബിദ്അത്ത്, അനാചാരങ്ങൾ, അനാശ്വാസങ്ങൾ, നവീനവാദങ്ങൾ, ഉഗ്രവാദങ്ങൾ, എല്ലാ തിന്മകളിൽ നിന്നും സമൂഹത്തിനെ സമുദ്ധരിക്കാൻ വേണ്ടി 10,000-ത്തിലധികം ദായിമാരെ ഈ സമൂഹത്തിന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അതിന് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ കൂട്ടത്തിൽ കൂടാൻ 10,000-കണക്കിന് ദായിമാർ പ്രവർത്തിക്കുമ്പോൾ എത്രയോ ആളുകൾ ഹിദായത്തിലേക്ക് വരും. നമ്മൾ കാരണമായിട്ട്, ഏതെങ്കിലും ഒരു ദായിയുടെ ദഅവത്ത് കാരണമായിട്ട് ഒരാൾ നന്നായാൽ അതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു തആല എല്ലാ ഖൈറും ബറക്കത്തും അല്ലാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.